കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജോബിന്റെ വേക്കൻസി അറിയാൻ വേണ്ടി നമ്മളൊരു സ്ഥാപനത്തിൽ വിളിക്കുമ്പോൾ പലപ്പോഴും ആ സ്ഥാപനങ്ങൾ അവർ പറയുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിലോ ഒരു സ്ഥാപനത്തിലോ നമ്മളൊരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചാൽ മതി, HR-ലോട്ട് നിങ്ങൾക്കിപ്പോൾ തൽക്കാലം പ്രവേശനമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളങ്ങ് വളരെയധികം വിഷമിച്ചു പോകാറുണ്ട്. ആസ് എ ജോബ് സീക്കർ, അതാ ഞാൻ പറയുന്നത്, ആസ് എ ജോബ് സീക്കർ നമ്മൾ പലപ്പോഴും നിരാശരായി പോകാറുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നതിനെ പറ്റി ഞാനൊരു ചെറിയൊരു ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഇത് പലപ്പോഴും 50-80% സക്സസ്ഫുള്ളാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഇൻഡീഡിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് സൈറ്റിൽ നമ്മളൊരു വേക്കൻസി കണ്ടു, നമ്മൾ അതിൻ്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ചു, നമ്മൾ ആ സ്ഥാപനത്തിലോട്ട് നമ്മളൊന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പം ഹൈ ഗുഡ് മോർണിംഗ്, ഐ നോ ഹൂ ഇസ് ദിസ് സ്പീക്കിംഗ് എന്ന് അവർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക, മൈ നെയിം ഈസ് സോ ആൻഡ് സോ. എൻ്റെ പേര് ഇതാണ്, ഞാൻ റീസെൻ്റ്ലി, അപ്പോൾ ഞാൻ എന്തിനാണ് വിളിക്കുന്നത്, വൈ യു ആർ കോളിംഗ് മാഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട്സ് യുവർ പർപ്പസ് ഓഫ് ദിസ് കോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പറയുക, എന്നെ അവിടുത്തെ HR-ൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു കറണ്ട് ജോബ് വേക്കൻസിയെ പറ്റി അവിടുത്തെ ഒരു HR മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓക്കെ മാഡം, സോ കുഡ് യു പ്ലീസ് കണക്ട് ടു യുവർ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങളൊരു അൺനോൺ പേഴ്സൺ അല്ല, നിങ്ങളൊരു നോൺ പേഴ്സണായിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ അവർ ആ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ കോള് കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. സാധാരണ അങ്ങനെ അവർ കണക്ട് ചെയ്യത്തില്ല, നിങ്ങൾ ഈ പറയുന്ന മെയിൽ ഐ ഡിയിലിട്ട് മെയിൽ അയച്ചാൽ മതി എന്നേ പറയത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഇന്ന വേക്കൻസിക്ക് വേണ്ടി അവിടുത്തെ HR-ൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ HR-ൽ വിളിക്കുന്നത്, എന്നെ പ്ലീസ് അതിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറയുക. സ്വാഭാവികമായിട്ടും 50-80% ആ റിസപ്ഷനിസ്റ്റും അവരത് കണക്ട് ചെയ്യുക തന്നെ ചെയ്യും. കോൾ എടുക്കുന്ന റിസപ്ഷനിസ്റ്റ് അവർ കണക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു കാര്യമാണ്, നിങ്ങൾ പല സ്ഥാപനങ്ങളിലേക്കും ഡയറക്റ്റ് CV ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, സപ്പോസ് ഇതൊരു ട്രിക്കാണ് കേട്ടോ, നിങ്ങൾ സപ്പോസ് വീണ്ടും ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ ഒരു ജോബ് വേക്കൻസി കണ്ടു, ഒരു നഴ്സിൻ്റെ വേക്കൻസി കണ്ടു ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ, നഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, വാട്ടെവർ. അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിൽ ആ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ CV സബ്മിറ്റ് ചെയ്തു, ഓൺലൈൻ സബ്മിഷൻ ചെയ്തു, എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു റെസ്പോൺസും ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോയി ഈ വേക്കൻസി പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡയറക്റ്റ് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി എന്തായാലും ചോദിക്കും, എവിടെ പോകുന്നു, എന്താ ആവശ്യം, ശരി നിങ്ങൾ ഈ മെയിലിൽ സെൻഡ് ചെയ്താൽ മതി, CV സെൻഡ് ചെയ്താൽ മതി, ഞങ്ങൾ നിങ്ങളെ വിളിച്ചോളും, അല്ലെങ്കിൽ HR നിങ്ങളെ വിളിച്ചോളും എന്ന് നിങ്ങളോട് തീർച്ചയായിട്ടും പറയും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ സെക്യൂരിറ്റിയോട് മിണ്ടാതെ തന്നെ ഡയറക്റ്റ് കയറി പോവുക അകത്തോട്ട്. അതല്ല, നിങ്ങൾക്ക് ഇനി സപ്പോസ് സെക്യൂരിറ്റി നിങ്ങളോട് എങ്ങാനും ചോദിച്ച് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പറയേണ്ട കാര്യം, ഇന്ന വേക്കൻസിക്ക് വേണ്ടി എന്നെ HR-ൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ അത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ HR-ലേക്ക് പോകുന്നത്. അപ്പോൾ എന്നെ HR-ൽ നിന്ന് കോൺടാക്ട് ചെയ്ത്, എവിടെ HR എന്ന് അധികാരസ്വരം, നിങ്ങൾ കാണിക്കണം, നിങ്ങൾ അധികാരസ്വരം കാണിക്കണം. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഓക്കെ സാർ, HR അതോ അവിടെയാണ്, അങ്ങോട്ട് പോയാൽ മതി എന്ന് അവർ പറയും. അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് സാർ, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. അതല്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റിയോട് ഒന്നും മിണ്ടാതെ നേരെ നന്നായിട്ടും വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ടിപ്പ് ടോപ്പിൽ നിങ്ങൾ കയറി അങ്ങോട്ട് അകത്തോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഫയലോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ലൊരു സൂട്ട് കേസിലോ നല്ലൊരു ബാഗിലോ ആക്കി, നല്ല ഒരു പ്രൊഫഷണൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരനോ അല്ലെങ്കിൽ അതുപോലെ ആ നല്ല ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് കയറി പോകുന്നത്, സെക്യൂരിറ്റിയോട് മിണ്ടേ പോലും വേണ്ട, അല്ലെങ്കിൽ കാണെങ്കിൽ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആരും മാക്സിമം തടഞ്ഞ് നിർത്താനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ തടഞ്ഞ് നിർത്തുന്നില്ല, നിങ്ങൾ അങ്ങനെ കയറി അകത്തോട്ട് പോവുകയാണെങ്കിൽ അകത്ത് ചെന്നിട്ട് ആ അധികാരത്തിൽ തന്നെ പിന്നെ ചോദിക്കേണ്ട എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ ആ അധികാരത്തോട് തന്നെ ചോദിക്കണം, എവിടെ HR ഡിപ്പാർട്ട്മെൻറ്റ്,
അപ്പം ആ റിസപ്ഷനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചോദിക്കുക എവിടെ HR ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേറൊരു വ്യക്തിയോട് ചോദിച്ചാലും മതി എവിടെ HR ഡിപ്പാർട്ട്മെൻറ്റ്, എനിക്ക് അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ എന്താ കാര്യം എന്ന് അവർ പലരും ചോദിക്കും. നിങ്ങളെ ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടി പലരും ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ കള്ളം പറയണം എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് നമ്മുടെ ആവശ്യമായിപ്പോയി, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന വേക്കൻസിക്ക് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ മാക്സിമം ആൾക്കാരും നിങ്ങളെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ട് നിങ്ങൾ വൺസ് HR ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യും, സർ ഞാൻ ഇങ്ങനെ ഒരു വേക്കൻസി ഇന്ത്യയിൽ കണ്ടു, ഞാൻ ഐ എം ആക്റ്റീവ്ലി സീക്കിംഗ് ഫോർ എ ജോബ് അല്ലെങ്കിൽ സെർച്ചിങ് ഫോർ എ ജോബ്, സോ ദാറ്റ് ഇസ് ദ റീസൺ ഐ കെയിം ഹിയർ ടുഡേ, സോ സർ മേ ഐ നോ ദ കറണ്ട് അപ്ഡേറ്റ്സ് ഓഫ് ദാറ്റ് ജോബ് വേക്കൻസി, ഐ ഓൾറെഡി അപ്ലൈഡ് ഫോർ ദ സെയിം എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് നിങ്ങളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് നല്ല പോസിറ്റീവ് വൈബിൽ തന്നെ. അല്ലാതെ ഒരു കാര്യം ഞാൻ പറയാം, വീണ്ടും ഞാൻ പറയാം, എപ്പോഴും നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ അധികാരമാണ് അല്ലെങ്കിൽ പവറാണ് കാണിക്കേണ്ടത്. അല്ലാതെ അവിടെ ചെന്നിട്ട് നിങ്ങൾ അയ്യോ സാറേ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഞാനൊരു നേഴ്സാണ് അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്, ഞാൻ ഇന്നതാണ് പഠിച്ചിരിക്കുന്നത്, ഇങ്ങനൊരു വേക്കൻസി ഇന്ത്യയിൽ കണ്ടു സാറേ, ഇപ്പോൾ അത് നിലവിലുണ്ടോ സാറേ, അങ്ങനെ ചോദിക്കാൻ ചെല്ലരുത്. ഞാൻ ഒരു കാര്യം പറയാം, 80% HR ഡിപ്പാർട്ട്മെൻറ്റ്സും അവർക്ക് നിങ്ങൾ ബെഗ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ലാക്ക് ഓഫ് നോളജാണ് നിങ്ങളെ കൊണ്ട് ബെഗ് ചെയ്യിപ്പിക്കുന്നത്, മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങൾ കോൺഫിഡൻസോടുകൂടി സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നത് യു ആർ ടാലൻറ്റഡ്. പിന്നെ ഡയറക്റ്റ് വന്നതുകൊണ്ട് യു ആർ ആക്റ്റീവ്ലി സെർച്ചിങ് ഫോർ എ ജോബ്, അല്ലാതെ വെറുതെ കുറേ ആപ്ലിക്കേഷനിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന വ്യക്തിയല്ല നിങ്ങളെന്ന് കൂടി അവർക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ അവർ പറയും ഓക്കെ സർ, അപ്പോൾ ഒരു കാര്യം ചെയ്യും സാർ, പറ്റുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ ഒരു ഇൻ്റർവ്യൂ അവർ അറേഞ്ച് ചെയ്യും. അതല്ലെങ്കിൽ സാർ ഇന്ന ഡേറ്റിലാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് സാറിൻ്റെ CV തരും, ഞങ്ങൾ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ സാർ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ HR അവരുടെ പേര് ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് നമ്മൾ അവരോട് ചോദിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മാഡം ആണ് ഇരിക്കുന്നതെങ്കിൽ മാഡത്തിനോട് നമ്മൾ ചോദിക്കുക, മാഡം ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ് എന്ന് ചോദിക്കുക. ഇതെന്തിനാണെന്നറിയില്ലേ, രണ്ടാമത് നമ്മൾക്ക് വരുമ്പോൾ അടുത്തൊരു പ്രാവശ്യം നമുക്കിതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കുകയായാലും വന്ന് ഡയറക്റ്റ് കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്നറിയും. ഇത് വളരെ ഉപയോഗമാണ്. എങ്ങനെയാണെന്നറിയും, ഫോണിൽ കൂടി വിളിക്കുകയാണെങ്കിൽ സർ HR അപ്പോൾ ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ സർ എൻ്റെ പേര് സജു എന്നാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് സോ എന്നാണ്, ഞാൻ ഇന്ന വേക്കൻസിക്ക് വേണ്ടി അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ HR ഇന്ന ആൾ എൻ്റെ അടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അന്ന് ചോദിച്ച പേര് നമ്മുടെ മനസ്സിൽ കാണും. ഓക്കെ, ഇന്നയാൾ എന്നോട് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അതിനുവേണ്ടി ഞാൻ വിളിക്കുന്നത്, എനിക്ക് എന്നെ ഒന്ന് കണക്ട് ചെയ്യാവോ എന്ന് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോവുകയാണെങ്കിലും HR മനോജ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇന്ന വേക്കൻസി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് നമുക്ക് ഡയറക്റ്റ് കയറി പോകാം, ഒരു അധികാരത്തോടെ കയറി പോകാം. അതല്ലെങ്കിലുണ്ടല്ലോ ഈ പേരൊന്നും, അപ്പോൾ നമുക്ക് ആ HR അപ്പോൾ കേൾക്കുന്ന വ്യക്തിയും വിചാരിക്കും ഇദ്ദേഹത്തിന് HR ആയിട്ട് ഓൾറെഡി പരിചയമുണ്ട്, ഒരു കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം എവിടെ നിന്നെങ്കിലും വലിഞ്ഞു കയറി വരുന്നതല്ല എന്ന് മനസ്സിലായാൽ കയറ്റി വിടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇനി അടുത്ത നമ്മുടെ വീഡിയോയിൽ എങ്ങനെ UAE ആക്റ്റീവ്ലി നമുക്ക് ജോബ് വേക്കൻസീസ് കണ്ടുപിടിക്കാം, അതെങ്ങനെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് തീർച്ചയായും കാണുന്നതുവരെ മസ്സലാമ. ഓക്കെ.